എടാ നീ ഒന്ന് എത്തിയടാ. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തിയടാ. എന്താണ് യൂറോപ്പിൽ വിശേഷം? എന്ത് യൂറോപ്പല്ലേ, നമ്മുടെ നാട് തന്നെയാണ് നല്ലത്. നമ്മുടെ ഈ പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കണ നല്ലത്. എന്തിനു ഈ കണ്ണാട്ടിലൊക്കെ പോയി കിടക്കണം? എനിക്ക് എന്ത് ഭാഗ്യവാനാണോ ഈ ക്ലൈമറ്റും ഇവിടുത്തെ പിള്ളേരുള്ള വൈബും എല്ലാ പരിപാടിയും കൂടി സെറ്റായിട്ട് അങ്ങ് പോവാം. ലൈഫ് തന്നെ എന്റെയൊക്കെ. നമ്മളാണെങ്കിൽ അവിടുത്തെ ഈ തണുപ്പത്തും ഒരു പരിപാടിയിൽ ഒരു മനുഷ്യന്മാരും ഇല്ല. ഇനിയിപ്പോൾ ഉള്ള മലയാളികൾക്ക് തന്നെ നമ്മുടെ അടുത്ത് മിണ്ടാനും സമയമില്ല. പക്ഷെ ലൈഫ് സെറ്റല്ല. എന്ത് ലൈഫ് അളിയാ, അവിടുത്തെ ഈ സായിപ്പന്മാരെ ആട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അവിടെ പോവാം. എടാ അതെന്താ സീൻ? സംഭവം എന്ന് വെച്ചാല് അവിടെ കുറെ ആൾക്കാർ ഭയങ്കര റേസിസ്റ്റാണ്. എല്ലാവരും അല്ല, എന്നാലും ഒരു നല്ല നമ്പർ ഭയങ്കര റേസിസ്റ്റാണ്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല, ഭയങ്കര പ്രജുഡിസ്റ്റിക് ആയിട്ടാണ് നമ്മളെ കാണുന്നത്. കൾച്ചറില്ല, സിവിക് സെൻസ് ഇല്ല. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ നമ്മളെ അളക്കുന്നത്. അപ്പൊ എല്ലാവരും അതേപോലെ ആണ് എന്നുള്ള സെറ്റപ്പാണ്. അപ്പൊ അവിടെയും മലയാളി, തമിഴൻ, ഹിന്ദിക്കാരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യക്കാരാണോ അത് പ്രശ്നക്കാരാണ്. അപ്പൊ യൂറോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായിപ്പന്മാരെക്കാട്ടും കൂടുതൽ ഇപ്പൊ ഏകദേശം മൈഗ്രൻസ് ആയി വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സൗത്ത് ഇന്ത്യൻസാ. വേറെ നാട്ടിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. അവിടെ കൂടുതൽ ഈ തമിഴന്മാരുടെ ചായക്കടയും ഈ ദോശക്കടയൊക്കെ ഉള്ള അവിടെയാണ്. നമ്മളവിടെയൊക്കെ പോയാൽ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഈ വെള്ളക്കാർക്ക് ഈ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ കൈ കൊണ്ട് കഴിക്കുമ്പോൾ അമ്മമാരുടെ നോട്ടമൊക്കെ ഉണ്ട്. ഭയങ്കര അമ്മമാരങ്ങനെ കഴിക്കുന്നു, കയ്യും വെച്ചൊക്കെ കഴിക്കുന്നു. ആ ഒരു നിങ്ങൾ കയ്യും വെച്ചല്ലേ കഴിക്കുന്നത്, ഈ ഒരു രീതിയിലാണ് അമ്മമാർ നമ്മളെ കാണുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മ നിങ്ങൾ കക്കൂസ് പോയി കഴുകാറില്ലല്ലോ, അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറയണ്ട. ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് ഭയങ്കര റേസിസ്റ്റാണ്. ഈവൻ അവിടുത്തെ കറുത്ത ആൾക്കാർക്ക് പോലും നമ്മൾ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല. കറുത്ത വർഗ്ഗക്കാരാണെങ്കിൽ പോലും അമ്മമാർ ഇന്ത്യക്കാരെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാട്ടും താഴ്ന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. വീട് പണി എന്താ? ഇതിന്റെ വീട് പണിയാ ഒന്നും പറയണ്ടളിയാ. കണ്ട ബംഗാളിനെയൊക്കെ പണിക്ക് വെച്ചാകെ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുന്നു. ഞാനേ കഴിഞ്ഞ മാസം വീടിൻ്റെ സൺഷെയ്ഡ് വാർത്ത്. ബംഗാളികളാണ് ഫുള്ള് പണിക്കാർ. വാർത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം വിള്ളലായി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അമ്മമാരെ വെള്ളത്തിൽ മിക്സിങ് ശരിയാവാത്തതിൻ്റെയാണ് ഞാൻ രണ്ടാമതാക്കണമെന്ന്. ഇനി ഞാൻ അതിന് വേറെ പൈസ ഇതാക്കണം. 3 ലക്ഷം രൂപ പൊട്ടി. ഇനി ഞാൻ 3 രൂപ വേറെ ഇറക്കണം. ഈ ബംഗാളികളെ കൊണ്ട് വല്ലാത്തതല്ലല്ലേ. ഇപ്പം കേരളത്തിൽ മലയാളികളുണ്ടാ, ഫുള്ള് ബംഗാളികളല്ലേ. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നാറികൾ. ഒരു ചായക്കടയിൽ പോകാൻ പറ്റുമോ? ചായക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അമ്മമാരോ അതെ ബംഗാളി ചായ, ഒരു വൃത്തിയില്ല, വിശ്വാസിക്കല്, കുടിക്കേയില്ല. മാറിയിട്ട് അടുക്കാൻ പറ്റില്ല ബസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറി ബംഗാളിക്ക് ഊരടിച്ചിട്ടുണ്ടെങ്കിലല്ല ഛർദ്ദിക്കാൻ വന്ന് ഞാൻ അങ്ങ് ഇറങ്ങി. എന്നിട്ട് ഊബർ എടുത്തിട്ട് ഞാൻ പോയത്. മാതിരി എന്തിനും അമ്മമാരെ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ നാട്ടുകാർ പറഞ്ഞാൽ മലയാളികളെ പറഞ്ഞാൽ മതിയല്ല. ഇവിടെ അമ്മമാർക്ക് ഇവിടെ പണിയെടുക്കാൻ വയ്യ. ഓരോടത്തേക്കും പോയിട്ട് അവസാനം വളർന്ന് ബംഗാളികൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു ബിരിയാണി, നല്ലൊരു ബിരിയാണി തിന്നാൻ പറ്റുമോ? അതും ബംഗാളി ബിരിയാണിയാണ്. എടാ ഇവരൊന്നും നമ്മൾ വെക്കുന്ന സ്റ്റൈലിൽ വെക്കാൻ പറ്റൂല. അമ്മമാർ എത്ര പണിയെടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു സാധനം കിട്ടൂല. അമ്മമാരെ ഒരു കൾച്ചർ ഉണ്ടാവും. ആദ്യം കുറേ തമിഴന്മാരായിരുന്നു, ഇപ്പം അതേ ബംഗാളികളുടെ. ഇവന്മാരൊന്നും ഇന്ത്യക്കാരൊന്നും ആയിരിക്കുന്നില്ല, ഭയങ്കര ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നായിരിക്കുള്ളൂ. ശരിക്കും മറ്റേ സാധനം മെന്നം ഇവിടെ NRC SIR അമ്മമാരൊക്കെ ഇതിനെ കളയണം. ഓട്ടൊക്കെ നമ്മൾ മലയാളികൾ പണിയെടുക്കട്ടെ. നമുക്കുണ്ടാക്കാൻ അറിയാം നല്ല ചായയും നല്ല ബിരിയാണി സാധനങ്ങളൊക്കെ. എല്ലായിടത്തും അമ്മമാര് കയറി മേഞ്ഞിട്ട്, അത് ശരി, എല്ലായിടത്തും അമ്മമാര് കയറി മേലല്ലേ.